ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ്. ഇന്നത്തെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന തേർഡ് പാർട്ടിയുടെ നേരെ ബ്രേക്കപ്പ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിൽ ആരാണോ തേർഡ് പാർട്ടി അവരുടെ നേർക്ക് ഇന്ന് യുദ്ധം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഭയങ്കരമായിട്ട് വഴക്കുണ്ടായി അവരുമായിട്ട് ബ്രേക്കപ്പ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് സന്തോഷിക്കാം. അപ്പോൾ ഇന്ന് തേർഡ് പാർട്ടിയുമായിട്ട് ഭയങ്കരമായിട്ട് കോൺഫ്ലിക്റ്റും ആർഗ്യുമെൻറ്റും ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. തേർഡ് പാർട്ടിക്ക് വേണ്ടി വൈൽഡ് ആക്ഷനും നിങ്ങൾക്ക് വേണ്ടി പോസിറ്റീവായിട്ടുള്ള ആക്ഷനും എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാം, തേർഡ് പാർട്ടിയുടെ പേരും പറഞ്ഞ് നിങ്ങൾ ഇന്ന് വഴക്കിടാൻ പോകരുത്. ഒരിക്കലും അവസരം നിങ്ങളുമായിട്ടായിരിക്കും ബ്രേക്കപ്പ് ആകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എനർജി നിങ്ങൾ ബാലൻസിൽ വയ്ക്കണം. നിങ്ങളുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് നിങ്ങളോട് അറ്റാച്ച്മെൻറ്റും ഭയങ്കരമായിട്ട് നിങ്ങളുടെ ചിന്ത വരികയും നിങ്ങളെ കോൾ ചെയ്യണം, നിങ്ങളോട് സംസാരിക്കണം, അങ്ങനെയൊക്കെ തോന്നുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം തേർഡ് പാർട്ടിയുമായിട്ട് വഴക്കിടുമ്പോഴല്ലേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ചിന്ത കൂടുതലായിട്ടും വരത്തുള്ളൂ. അപ്പോൾ ഇന്ന് അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇന്ന് നിങ്ങളുടെ മേൽ കൂടുതലായിട്ട് ഇവർ സ്പൈ വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾ വളരെ സന്തോഷമായിട്ടിരിക്കേണ്ടതാണ്. കരഞ്ഞുകൊണ്ടോ ഇവരെ കുറ്റം പറഞ്ഞുകൊണ്ടോ അങ്ങനെയൊന്നും ഇരിക്കരുത്. പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുക, പോസിറ്റീവായിട്ടുള്ള എനർജി മാത്രമേ ഇവർക്ക് സെൻഡ് ആക്കുക. അപ്പോൾ ഇന്ന് നിങ്ങൾ DP ഇടുന്നുണ്ടെങ്കിലും സ്റ്റാറ്റസ് ഇടുന്നുണ്ടെങ്കിലും പോസ്റ്റ് ഇടുന്നുണ്ടെങ്കിലും വളരെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന പോസ്റ്റോ സ്റ്റാറ്റസോ DPയോ ഇടുക. അല്ലാതെ സാഡായിട്ട് ഹാർട്ട് ബ്രേക്കായിട്ട് ഉള്ള നെഗറ്റീവായിട്ടുള്ള ഒരു സ്റ്റാറ്റസും അങ്ങനെ ഒരു DPയോ ഒന്നും ഇടരുത്. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്നത്, എപ്പോഴും നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ സാഡായിട്ടുള്ള ഒരു ഇതും നിങ്ങൾ ചെയ്യരുത്. കാരണം അങ്ങനെ സാഡായിട്ട് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നെഗറ്റീവ് എനർജിയെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് സാഡായിട്ടുള്ള ഒരു DPയും സ്റ്റാറ്റസും പോസ്റ്റും, അതായത് ചില വിഷമിപ്പിക്കുന്ന കവിതകളുണ്ട്, അതൊക്കെ ഇടുമ്പോൾ അവരുടെ പേഴ്സണ് നിങ്ങളോട് സ്നേഹം തോന്നും. അങ്ങനെയൊക്കെ വിചാരിച്ച് സാഡായിട്ടുള്ള അങ്ങനെ ഒന്നും ഇടരുത്. ദയവേത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ എപ്പോഴും അട്രാക്റ്റ് ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ലൈഫിൽ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ വിചാരിക്കുന്ന എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഇങ്ങനെയുള്ള DP, ഇങ്ങനെയുള്ള സ്റ്റാറ്റസ്, ഇങ്ങനെയുള്ള പോസ്റ്റൊക്കെ ഇടുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും, നിങ്ങളെ വാല്യൂ ചെയ്യും, നിങ്ങളുള്ള സ്നേഹം കൂടുമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. അങ്ങനെ നിങ്ങൾ അവർക്ക് വേണ്ടി ഇങ്ങനെ വിഷമിക്കുന്നുണ്ട് എങ്കിൽ അവർ 1% പോലും നിങ്ങളെ ഒരു വാല്യൂവും തരില്ല. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇനിയെങ്കിലും നിങ്ങൾ ഇന്ന് തന്നെ ഈ വീഡിയോ കണ്ടിട്ട് DPയും സ്റ്റാറ്റസും പോസ്റ്റ് എല്ലാം മാറ്റി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇടുക. അല്ലാതെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം ഇടാൻ പാടില്ല. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വെളിയിൽ പോയി ഗാർഡൻ ഉണ്ടെങ്കിൽ ഗാർഡനിൽ നിന്ന് നല്ല ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ എടുത്ത് DP ഇടുക. അപ്പോൾ അവർക്ക് തോന്നും എന്തുകൊണ്ട് ഇവർ പെട്ടെന്ന് സാഡായിട്ട് ആൾ പെട്ടെന്ന് ഹാപ്പിയായി, അപ്പോൾ എന്തോ അവരുടെ ജീവിതത്തിൽ നടന്നു, എന്താണെന്ന് അറിയണം. അങ്ങനെ പെട്ടെന്ന് അവർ നിങ്ങളിലേക്ക് വരും. കാരണം അവർക്ക് ഒരു ക്യൂരിയോസിറ്റി വരും, എന്ത് പറ്റി പെട്ടെന്ന് എന്നുള്ളത് അറിയാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം ഇരിക്കുക. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇത്രത്തോളം പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് അവരിൽ വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എന്തോ ജീവിതത്തിൽ നിങ്ങൾ ഗ്രോ ആയിട്ടുണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുണ്ട്. ഇല്ല എങ്കിൽ നിങ്ങളിൽ ഫോക്കസ് ചെയ്തു, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്തു. അങ്ങനെയൊക്കെ എന്തോ നിങ്ങൾ ചേഞ്ചസ് കൊണ്ടുവന്നതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നത്. ആ സമയം നിങ്ങൾ വെറുതെ സാഡ് എനർജിയിലോട്ട് പോകരുത്. ഇവിടെ കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം ഇവർക്ക് നല്ലതായിട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ച് മൂഡ് സ്വിങ് ഉണ്ടാവുന്നതായിട്ടും, അതുകൊണ്ട് ചെറിയ ദേഷ്യത്തിലായിരിക്കും കരിയറിൽ ഇന്നത്തെ ദിവസം എന്നിവിടെ കാണാൻ സാധിക്കുന്നു. ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ഇമോഷണൽ ലെവലിൽ നിങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മൂഡ് സ്വിങ് ഇവർക്ക് ഉണ്ടാകുന്നത് കാരണം ആരോടും വഴക്കിടാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ തേർഡ് പാർട്ടിയുമായിട്ട് ബ്രേക്കപ്പ് സംഭവിക്കുമെന്ന്. കൂടുതലായിട്ടും വഴക്കാണ് കാണാൻ സാധിക്കുന്നത്, ദേഷ്യത്തിൽ യുദ്ധം ചെയ്യുന്നതായിട്ട്. അപ്പോൾ അത് ആ മൂഡ് സ്വിങ്ങിൻ്റെ ആ ഒരു ഇത് വെച്ച് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇവരോട് വഴക്കിടാതെ നോക്കുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.